ഇത് നമ്മുടെ കെട്ടുനിറയുടെ പാർട്ട് 2 ആണ്. ഇരുമുടിയൊക്കെ കെട്ടി വെച്ചിട്ടുള്ളത് വരെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇരുമുടിയൊക്കെ കെട്ടി വെച്ചതിന് ശേഷം ഇതങ്ങനെ കർപ്പൂരം കുഴിയാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്രസാദം തന്നു. അപ്പോഴേക്കും നമ്മുടെ ഫുഡിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് പുറത്ത് പറയുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഡ്ഡലി സാമ്പാറും ചട്നിയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. വെണ്ടയ്ക്ക സാമ്പാറായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കിലുവിന് ഞാൻ വാരി കൊടുത്തു, കുടുവിന് അച്ഛൻ വാരി കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും വേഗം ഭക്ഷണം കഴിച്ചു കേട്ടോ. കാരണം എത്ര നേരത്തെ ഇറങ്ങാൻ പറ്റുന്നോ അത്രയും നേരത്തെ ഇവർക്ക് ഇറങ്ങാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാന്. അതുകൊണ്ട് തന്നെ ചടപടേച്ചിട്ട് കാര്യങ്ങൾ തീർക്കുന്നുണ്ട്. അത് കഴിഞ്ഞത് ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നില്ല. കിട്ടുണിയേട്ടാ വളരെ ശരിയായിരുന്നു. പക്ഷേ ഇതോടുകൂടിയാണ് നമ്മുടെ കിലു റോങ് ആയി തുടങ്ങിയത്. കിലുവിന് എന്തോ ഒരു വിഷമം മനസ്സിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുത്ത് റെഡിയാക്കിയിട്ടുള്ളതായിരുന്നു. എന്നാലും തുടക്കം മുതലേ അമ്മയില്ലാതെ ഞാൻ പോകില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ആൾ ഓക്കെ ആയിരുന്നു. വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുമ്പം ശബരിമലയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ. പക്ഷേ ഈ കെട്ടിയതോടുകൂടി അവൾക്ക് മനസ്സിലായി അവൾ പോകാൻ പോവുകയാണ്, അമ്മ പോകുന്നില്ല എന്നൊക്കെ ഉള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് മാറിയിട്ടില്ല. എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ വിങ്ങി പൊട്ടിയിട്ട് അവൾക്ക് പോവുകയും വേണം, ഞാനും പോകണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അല്ലാണ്ട് അവൾ പോവില്ല എന്ന് പറഞ്ഞിട്ടല്ല ഇരിക്കുന്നത്. അവൾ പോവാൻ റെഡിയാണ്, പക്ഷേ ഞാനും കൂടെ പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ പാവം തോന്നുന്നു. ഇങ്ങനെ വിതുമ്പി നിൽക്കുക എന്ന് വെച്ചാൽ നിഷേധമൊന്നുമല്ല, ഒരു ടൈപ്പ് ഓഫ് ഒരു വിഷമം. അപ്പോൾ ഞാൻ കുറേ നേരമൊക്കെ എടുത്തു. പിന്നെ അവരിനിയിപ്പോൾ ചുറ്റാനൊക്കെ പോവാണ്. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തിയപ്പോഴൊന്നും നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. ഇരുമുടിയൊന്നും പിടിക്കണമൊന്നുമില്ല. പിന്നെ കുടുവിനോടൊക്കെ ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഏട്ടൻ്റെ അമ്മ പോണതാണ് എൻ്റെ ഒരു ആശ്വാസം. ഏട്ടനും ഇവളും ടോം ആൻഡ് ജെറി പോലെയാണ്. ഭയങ്കര വഴക്കാണ്, ഇടയ്ക്കിടയ്ക്ക് വഴക്കാണ്. ഇവളുടെ കുട്ടിക്കുറുമ്പുകളൊന്നും ഏട്ടന് ചിലപ്പോൾ ഇഷ്ടമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ ടോം ആൻഡ് ജെറി ആയതുകൊണ്ട് അമ്മ പോകുന്നതാണ് എൻ്റെ ഒരു ആശ്വാസം. അതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ ഒക്കത്തുനിന്ന് ആൾ മാറുന്നില്ല. അവൾക്ക് പോവുകയും വേണം, ഞാനും വേണം. അതാണ് അവസ്ഥ. ലാസ്റ്റ് പിന്നെ വണ്ടി കയറി ഇച്ചിരി ഒരു ഫോണൊക്കെ തരാമെന്ന് പറഞ്ഞ് കോലുമിഠായിയൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പിന്നെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയപ്പോൾ ആൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ.